കഴിയില്ല. ഒരിക്കൽ ഇറങ്ങിയ പുഴയിലേക്ക് പിന്നീട് ആർക്കും ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് മുന്നോട്ടേക്കാണ്. ആ പുഴ മാറി പുതിയതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പുഴയുടെ പേര് പുത്തൂർ പുഴയെന്നോ ഓവാലം പുഴയെന്നോ ഒക്കെ പറഞ്ഞ്, സത്യമായിട്ടും ഞാനൊരു നാട്ടുകാരനെ കൊണ്ട് നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ധർമ്മടം പുഴ എന്നൊക്കെ പറഞ്ഞ് പേര് വിളിച്ചാൽ പോലും പുഴ പുതുങ്ങിക്കൊണ്ടേയിരിക്കുന്നു, വെള്ളം മാറിക്കൊണ്ടേയിരിക്കുന്നു, കാലം പുതുങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഓരോ നിമിഷവും പുതിയതായി മാറുന്നു. ഓരോ പ്രസിഡന്റുമാരും വരുന്നു, പുതിയവരിലേക്ക് ചുമതലകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെയും ഓരോ തലമുറകൾക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പുതിയ തലമുറകൾ ചെയ്ത് അടയാളപ്പെടുത്തലുകൾ ബാക്കിയാക്കി എവിടെയോ വായിച്ചറിഞ്ഞ ഒരു വാക്ക് പോലെ ബഹുമാനായ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു പദം, നീ ഇവിടെ ജീവിച്ചിരുന്നു എന്ന അടയാളപ്പെടുത്തൽ ബാക്കിയാവണമെങ്കിൽ കാലുകൾ വലിച്ചഴിച്ച് മണൽപ്പരപ്പിലൊരു അടയാളമെങ്കിലും ബാക്കിയാക്കണമെന്ന് പറഞ്ഞ പോലെ അത്തരമൊരു അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ ആളുകളും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ വാക്ക് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, സാധാരണയിൽ പക്ഷികളും ഇഴജന്തുക്കളുമൊക്കെ ഒരു പുതുജന്മം എടുക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ ജോലി ഇതുവരെയുള്ള എല്ലാ തൂവലുകളും കൊഴിച്ചു കളഞ്ഞ് പടം പൊഴിച്ച് വിഷം പുതുക്കി വാക്കുകൾ രൂപം മാറ്റി പുതിയ ഒരു കാലത്തിന് ലോകത്തിനുള്ള ഒരു സജ്ജീകരണത്തോടെ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ JCയുടെ സ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇറങ്ങി എന്നെ ഇറക്കിക്കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റ് പ്രസിഡന്റുമാർ പിളർന്നു പോയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഞങ്ങൾ നിന്നെയും കൂടെ ഇറക്കിത്തരാമെന്ന ആ മുഖഭാവവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം എത്തി ഈ ഇപ്പോൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഒന്നിച്ചിരുന്ന് എന്തൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനം കൂടി നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ വായിച്ചു പോകുന്നത് പോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പാനൂരിലേക്ക് ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ആ ബ്യൂട്ടിഫിക്കേഷൻ, മനോഹാരിത, ചെടികളും പൂവുകളുമൊക്കെ പാനൂരിനെ അലങ്കരിക്കുന്നത് പോലെ ഈ നാടിൻ്റെ ഓരോ മനുഷ്യൻ്റെയും മനസ്സുകൾക്കകത്തേക്ക് കൂടി നന്മ പകരാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പാരീസിൻ്റെ തെരുവിൽ കൂടി ഒരു വിളക്ക് കത്തിച്ച് പിടിച്ച് ഒരു മനുഷ്യൻ നടന്നു നീങ്ങുമ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ നട്ടാപ്പകലിൽ ഒരു വിളക്കുമായി നടന്നു പോകുന്നതെന്ന്. ആ മനുഷ്യൻ കൊടുത്ത മറുപടി, ഞാൻ നടന്നു പോകുന്നത് ഈ വിളക്കുമായി അന്വേഷിക്കുന്നത് ഒരു മനുഷ്യനെയാണ്. ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ മനുഷ്യനെ കാണുന്നില്ലേ എന്ന്. എവിടെയോ സൂഫി കവിതകൾ വായിച്ചതുപോലെ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് ഞാൻ മനുഷ്യനെ തേടി നടന്നു എന്ന ആ വാക്കുകൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. മനുഷ്യരൂപങ്ങളെയാണ് കാണുന്നത്, മനുഷ്യരെ കാണാൻ കഴിയുന്നില്ല. സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ, പാരസ്പര്യത്തിൻ്റെ നന്മകൾ ചേർത്ത് പിടിക്കുന്ന ഒരു പുതുലോകം ഇനിയും സാധ്യമാക്കാൻ JCIക്ക് നമുക്ക് ഒത്തൊരു പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സന്തോഷങ്ങൾ. ജയ് ഹിന്ദ്, ജയ് JCI.